ചെന്നൈയിൽ അസുഖബാധിതയായ സ്വന്തം അമ്മയെ വീൽ ചെയറോടുകൂടി തന്നെ റെയിൽവേ പാളത്തിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി. 41 വയസ്സുള്ള പാർത്ഥസാരഥി അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ എന്തൊക്കെ തരം വ്യത്യസ്തതരമായ ന്യൂസുകൾ നമ്മൾ കാണേണ്ടി വരും, നേരിടേണ്ടി വരും. വല്ലാതെ വിഷമം തോന്നുന്നൊരു കാര്യം. കാരണം ആ തള്ളിയിടുന്ന സമയത്തു കൂടി ആ അമ്മ മനസ്സിൽ ചിന്തിച്ചത് ആ മരണത്തെ ആയിരിക്കത്തില്ല അമ്മ ചിന്തിച്ചത്, അല്ലെങ്കിൽ ആ ഒരു പേടി ആയിരിക്കത്തില്ല. സ്വന്തം മകനാണ് പുറയിൽ നിന്ന് തള്ളി ആ അമ്മയെ പാളത്തിലേക്ക്, റെയിൽവേ പാളത്തിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുന്നത്. തൽക്ഷമയം ആ അമ്മ മരിക്കുകയും ചെയ്തു. അവൻ അവിടെ ഓടിപ്പോവുകയും ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിന് പോലീസുകാരോട് അവൻ പറഞ്ഞ റീസൺ, അവന് നോക്കാൻ വയ്യ. ഈ ഓഗസ്റ്റ് 16-ാം തീയതി അണുബാധയെ തുടർന്ന് അമ്മ ഹോസ്പിറ്റലായിരുന്നു, ഡിസ്ചാർജ് ആവുകയും ചെയ്തു. ഡിസ്ചാർജ് ആയതിനു ശേഷം അവൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തുമായിരുന്നു. നോക്കാൻ വയ്യ, ബാധ്യതയായി. ഒരു അനിയനും എന്തോ ഉണ്ട്, അനിയനെ നോക്കാൻ വയ്യ, ബാധ്യതയായി, കൊന്നു കളയുക. എന്തൊരു തീരുമാനം വന്നു. അവൻ ആ അമ്മ ബാധ്യതയായപ്പോൾ അവൻ ഒരു സെക്കൻഡ് കൊണ്ട് തീരുമാനിച്ചു, അമ്മയെ തീർത്ത് കളയണം, അല്ലെങ്കിൽ അമ്മയെ കൊന്നു കളയണം, അമ്മയെ നോക്കാൻ വയ്യ, ബാധ്യതയാ. പക്ഷേ 41 വർഷം മുന്നേ ആ അമ്മയൊന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഇവൻ ഈ തള്ളിയിടാൻ പോയിട്ട് ഇന്ന് ഈ ലോകത്ത്, ഈ ഭൂമിയിൽ തന്നെ ഇവന് ജനനം പോലും ഉണ്ടാവത്തില്ലായിരുന്നു. അവന് നോക്കാൻ വയ്യായിരുന്നെങ്കിൽ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് വിടായിരുന്നു ആ അമ്മയെ. അത്ര ക്രൂരമായിട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി ഇവൻ ജയിലിൽ പോയി ഇറങ്ങി വന്നെന്ന് പറഞ്ഞാലും ഇവന്റെ മരണമെന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ രീതിയിലായിരിക്കും. പെറ്റ തള്ളെ ഇത്ര ക്രൂരമായിട്ട് അവന്റെ കയ്യാൽ അവൻ ട്രെയിനിന്റെ മുന്നിലേക്ക് തള്ളിയിട്ട് കൊല്ലുക എന്നൊക്കെ പറയുമ്പം അവൻ നരകിച്ച് പുഴുത്ത് വളരെ മോശം രീതിയിൽ ആ ചെയ്ത കാര്യത്തിന് പശ്ചാത്തപിച്ച് അവൻ്റെ അവസാനം അങ്ങനെ ആയിരിക്കും. അത്രയും ഞാൻ പറയുന്നു.